പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്. അവിടെ വെച്ച് ഓരോ ആത്മാവും അത് മുൻകൂട്ടി ചെയ്തത് പരീക്ഷിച്ചറിയും. അവിടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടുകയും അവർ പറഞ്ഞുണ്ടാക്കിയിരുന്നതെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ പരലോകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വിചാരണ നാളിൽ വെച്ച് ഓരോ ആത്മാവും തങ്ങൾ മുൻകൂട്ടി ചെയ്തത് അറിയും, ചെയ്തത് പരീക്ഷിച്ചറിയും. ഇവിടെ പരീക്ഷിച്ചറിയുന്നതാണ് പറഞ്ഞത്, പക്ഷെ അറിയുമെന്നാണ് കൂടുതൽ ഉത്തമമാവുന്നത്. അവിടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും. അവർ പറഞ്ഞുണ്ടാക്കിയിരുന്നതെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്യും. എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ തെറ്റിപ്പോകും. പല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം എപ്സ്റ്റീൻ ഫയൽ വന്നതോടുകൂടി സാത്താനിസം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായില്ല. പണ്ടൊക്കെ സാത്താനിസം എന്ന് പറഞ്ഞാൽ ഈശ്വരവാദി പറയും അതൊക്കെ ഒരു ഊഹാപോഹമാണ്, കെട്ടുകഥയാണെന്ന് പറയും. അപ്പോൾ അത് ബോധ്യമായി. എപ്സ്റ്റീൻ ഫയൽ വന്നതോടുകൂടി സാത്താനിസം ഉണ്ട്, കുട്ടികളെ ഭക്ഷിക്കുന്നുണ്ട് എന്ന് പല കാര്യങ്ങൾക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെകുത്താനെ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ ആ ചെകുത്താൻ അവരിൽ നിന്ന് ഓടി അകലും. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല, ഈ എപ്സ്റ്റീൻ ദ്വീപിൽ, എപ്സ്റ്റീൻ പറഞ്ഞൊരു ദ്വീപിൽ, എന്തോ ദ്വീപിൻ്റെ പേരുണ്ട്, പിന്നെ ബ്രിട്ടനിലോ എവിടെയോ ഉള്ളൊരു ദ്വീപാണ്. അവിടെ പിന്നെ നേതാക്കന്മാരെയൊക്കെ അവിടേക്ക് ക്ഷണിച്ചിട്ട് അവർക്ക് വേണ്ട പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ, 15 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ അവർക്ക് സമർപ്പിക്കുക. എന്നിട്ട് അവരുമായിട്ട് ലൈംഗിക കേളുകളിൽ ആറാടുക. എന്നിട്ട് അതിന് ശേഷം കൊല്ലുക, കുട്ടികളെ കൊന്നിട്ട് രക്തം പിശാചിന് വേണ്ടി ബലിയർപ്പിക്കുക, അവരെ മാംസം ഭക്ഷിക്കുക. അത്ര തിന്മ. മനുഷ്യൻ കൂടുതൽ നികൃഷ്ടനായി മാറാം. ചെകുത്താനിലേക്ക് അടുക്കുന്നതനുസരിച്ച് മനുഷ്യൻ കൂടുതൽ നികൃഷ്ടനായി മാറും. പൊരുത്തൻ ആദ്യം നിരീശ്വരത്തിലേക്ക് പോകുമ്പോൾ ആദ്യം എന്താ പറയാ, ഈ മതങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പൊട്ടത്തരമാണ്, ദൈവമൊന്നുമില്ല, തനിയെ ഉണ്ടായതാണ് എന്നുള്ളൊരു ലഘുവായതിലേക്ക് അവൻ വരും. പിന്നീട് എന്ത് ചെയ്യും, അവന് ഒന്നും കൂടി ഒരു തീവ്രത കൂടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിരന്തരം ചില നിരീശ്വരവാദികളുണ്ട്, അവർ മതങ്ങളൊന്നും വിമർശിക്കില്ല. അവർ പള്ളിയിലും അമ്പലത്തിലൊന്നും പോവില്ല. മുസ്ലിമാനും പള്ളിയിൽ പോവില്ല, ഹിന്ദുവാനും അമ്പലത്തിൽ പോവില്ല. ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമായിട്ട് ഭാവിക്കും, പക്ഷെ അതൊക്കെ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറുകയും ചെയ്യും. ഇപ്പോൾ പല നിരീശ്വരവാദി കൂട്ടായ്മകൾ പല ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ രോഗികളെ സഹായിക്കുക, പാലിയേറ്റീവിനൊക്കെ സഹായിക്കുക. ഈ ക്യാൻസർ രോഗി എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്നാണ് നമ്മളെ മോഹന വൈദ്യർ പറയുന്നത്. അങ്ങനെ രോഗമില്ല. ഒരു അർബുദം, പുണ്ണ്, അതാണ് ശരീരത്തിൻ്റെ ഭാഗത്ത് വരുന്ന പുണ്ണുകളാണ് ക്യാൻസർ. അല്ലാതെ കാലാകാലം മാറാതിരിക്കുന്ന ഒരു രോഗമില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ക്യാൻസർ ഒരിക്കലും മാറില്ല, കോശങ്ങൾ കരിച്ചു കളയുക, അങ്ങനത്തെ പ്രാകൃത ചികിത്സയാണ് ഈ ആലുപ്പുരിക്കാർ നടത്തുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രാകൃത ചികിത്സ കരിച്ചു കളയാം, ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കരിച്ചു കളയാം. അതൊരു പ്രാകൃത ചികിത്സയാണ് അവർ നടത്തുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ഒരു ക്യാൻസർ രോഗികളെ സഹായിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നിരീശ്വരവാദികൾ. അപ്പോൾ ക്യാൻസർ രോഗികളെ സഹായിക്കുക എന്താണ്, ഇപ്പോൾ അത് ഒരു ആപത്താണ്. ഇപ്പോൾ അല്ലെങ്കിൽ അവയവം നൽകുക, അല്ലേ, താൻ മരിച്ച തൻ്റെ ശരീരം ഒക്കെ മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്യുക. എന്നിട്ട് മെഡിക്കൽ കോളേജിലെ കുട്ടികൾ അവരെന്ത് ചെയ്യുക, ശരീരത്തെ കീറി മുറിച്ച് നാമാവശേഷമാക്കി എന്നിട്ട് തുന്നി കൂട്ടി അത് വീട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കും. ഇപ്പോൾ അടുത്ത കാലത്ത് ഏകദേശം 10 വർഷം മുമ്പ് തോന്നുന്നു, ഞാൻ പത്രത്തിൽ വായിച്ചാണ്, കുട്ടികൾ തലവെട്ടി കൊണ്ട് പന്ത് കെട്ടി കളിക്കുക. തലവെട്ടി എവിടെ നിന്ന് കിട്ടി? മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഉപേക്ഷിച്ചിട്ട് ഈ തലവെട്ടി, അല്ലെങ്കിൽ നായ്ക്കൾ വലിച്ച് പുറത്തിട്ടുണ്ടാവും, ചെറിയൊരു കുഴി കുഴിച്ചിട്ടിട്ടുണ്ടാവും, അപ്പോൾ നായ്ക്കൾ കടിച്ച് പുറത്തിട്ടുണ്ടാവും. കുട്ടികൾ തലവെട്ടി കൊണ്ട് പന്ത് കെട്ടി കളിക്കുക. അപ്പോൾ എന്തുമാത്രം അപഹാസ്യമാണല്ലേ. അപ്പോൾ ജൂതൻ്റെ മൃതദേഹം കണ്ടപ്പോൾ വരെ എഴുന്നേറ്റുന്ന പ്രവാചകനാണ് നമ്മുടേത്. ഏത് മൃതദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മൃതദേഹത്തെ അനാദരിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്, ഈ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻറ്റ്. അവർക്ക് പഠിക്കാനൊക്കെ ആണ്, പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്
ഒരു മനുഷ്യ ശരീരം തന്നെ വേണമെന്നില്ല. മറ്റു പല ചിത്രങ്ങളും ഒക്കെ വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ, പഠിക്കാൻ അത് മതിയല്ലോ. അല്ലെങ്കിൽ ഇതുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴും ഒരു മരിച്ചുപോയ അനാഥ പ്രേതത്തിൻ്റെ ബോഡി കൊണ്ട് പഠിക്കുക എന്നുള്ളതൊക്കെ പ്രാകൃതമായ ചികിത്സയാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇവർ നിരീശ്വരവാദികളുടെ അവയവമാറ്റത്തിനൊക്കെ വലിയ ഒരു സഹായം കൊടുക്കും. ഇവർ ശരിക്കും സഹായമൊന്നും കൊടുക്കില്ല. അവർ ശരി പണം, അവനവൻ്റെ പണം 5 പൈസ ചിലവാക്കാൻ വേണ്ടിയുള്ള കൂട്ടരാണ് നിരീശ്വരവാദികൾ. കാരണം നമുക്ക് ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ, പരലോക ജീവിതമൊന്നും ഇല്ലല്ലോ. വിശ്വാസികൾക്ക് അങ്ങനെയല്ല. താൻ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ജീവിതമുണ്ട്, അവിടെ എനിക്ക് സമാധാനം കിട്ടുമെന്ന് കരുതി അവനെന്ത് ചെയ്തു, എത്ര പണം ദാനം ചെയ്യും അല്ലേ. അബൂഖർലാനൊക്കെ കൊടുത്ത ദാനധർമ്മമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ കൊടുത്ത ദാനധർമ്മങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദാനം ചെയ്യണമെങ്കിൽ നമ്മൾ വിശ്വാസിയാവണം. നിരീശ്വരവാദികളൊന്നും ഒരു സാധനവും ഇങ്ങനെ വെറുതെ കൊടുക്കില്ല. എന്ത് സാധനം കൊടുക്കുന്ന കണക്ക് ബോധിപ്പിച്ച് 5 പൈസ വെറുതെ വിട്ടാളില്ല. അങ്ങനത്തെ ടീമുകളാണ്. എന്നിട്ട് ഇവർ അവയവമാറ്റമൊക്കെ ചെയ്യുന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അവയവമാറ്റം ചെയ്യപ്പെട്ടതും കൊടുത്തവരും വാങ്ങിയവരും ഒക്കെ ആപത്തിൽപ്പെടും. കാരണം പലവിധ മാരകമായ ഗുളികകൾ കഴിക്കേണ്ടി വരും. കാരണം ഏത് ശരീരവും പുറമെന്നൊരു വസ്തുവും ശരീരത്തിൽ സ്വീകരിക്കില്ല. നമുക്കറിയാമല്ലോ, കാലിലൊരു മുള്ള് കെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പഴുത്ത് അല്ലേ, എങ്ങനെയെങ്കിലും ആ മുള്ളിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു വസ്തുവും, കിഡ്നി ആവട്ടെ, ഹൃദയമാവട്ടെ, ഹൃദയപേശികളാവട്ടെ, ഒരു സാധനവും കണ്ണിൻ്റെ നേത്രപടലങ്ങളൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ ശരീരം എപ്പോഴും പുറന്തള്ളാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗർഭിണി ഛർദ്ദിക്കുന്നത് അല്ലേ. അവളുടെ ശരീരത്തിൽ വന്ന മറ്റൊരു വസ്തുവിനെ പുറത്താക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ്. അതാണ് ഛർദ്ദിയായിട്ട് വിടുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മറ്റുള്ളവരുടെ ശരീരം കരളാവട്ടെ, കിഡ്നിയാവട്ടെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പുറന്തള്ളാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനെ മറികടക്കാൻ വേണ്ടി മാരകമായ ഗുളിക കഴിക്കേണ്ടി വരും. അതിനെ ഗുളിക കഴിച്ച് അവൻ്റെ കിഡ്നി തകരാറായി മരിക്കും. ഈ അവയവമാറ്റം നടത്തിയ വ്യക്തികൾ, അവയവം സ്വീകരിച്ച വ്യക്തികൾ 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഗണപതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവയവമാറ്റത്തെ പറ്റിയൊക്കെ നല്ല അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഓരോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഗിമ്മിക്കുകൾ നടത്തും നിരീശ്വരവാദികൾ. എന്നിട്ട് അതൊക്കെ 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ ഈ പിന്നീട് എന്ത് ചെയ്യും വെച്ചാൽ, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യും. ഇങ്ങനെ അവയവമാറ്റത്തിന് പൈസ കൊടുക്കുക, ശരീരം മെഡിക്കൽ ദാനം ചെയ്യുക, ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനത്തൊക്കെ ചെയ്യും. പിന്നെ അവിടുന്ന് കുറച്ച് തീവ്ര കൂടിയ നിരന്തരം മതവിശ്വാസികളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിലും കൂടെ തീവ്ര കൂടിക്കഴിഞ്ഞാൽ പിന്നെ സാത്താൻ ആരാധനയിലേക്ക് പോകും. അതിലും തീവ്ര കൂടിയാൽ പിന്നെ സകല തിന്മകളും അല്ലേ, തിരുവോസ്തിയപ്പം ആർത്തവ മുക്കി കഴിക്കുക. ഇപ്പോൾ കഅബയുടെ കിസ്വ വരെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ സാത്താൻ ആരാധകർ ബൈബിളിൽ ചവിട്ടി കുർബാന നടത്തുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ബൈബിളിൽ ചവിട്ടി കുർബാന നടത്തുന്ന വെച്ചാൽ ദൈവം ശുദ്ധമാക്കാൻ കൽപ്പിച്ചതിനെയൊക്കെ നിരാകരിക്കുക, അങ്ങേയറ്റം അപഹസിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഖുർആനും ഇസ്ലാമികമായി പറ്റി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ധാരണ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ധാരണ അസ്ഥാനത്തായില്ല. കഅബയുടെ കിസ്വ വരെ അവർ ഈ സാത്താൻ ആരാധനയ്ക്ക് ഉപയോഗിച്ചു. നിലത്ത് ചവിട്ടുന്ന, കാല് തുടക്കുന്ന തുണിയാക്കി മാറ്റി ആ സാമൂഹ്യ ദ്രോഹികൾ. അവർ തക്കതായ ശിക്ഷ അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നിരീശ്വരവാദികൾ അവരിങ്ങനെ തീവ്രത കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലോകത്തിൻ്റെ ശത്രുവായിട്ട് മാറും. അതുപോലെ തന്നെ ബിൽഗേറ്റ്സും എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അയാൾ ഈ കൊറോണ എന്ന പാൻഡമിക് രോഗം അയാളുടെ അറിവോടുകൂടി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവരെന്താ പുറമെ എന്താണ് പറയുക, എത്രയോ പാവപ്പെട്ടവർക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഇരട്ടി ഇവർക്ക് അലപ്പതി വഴി ലാഭം ഉണ്ടാക്കും. ജനങ്ങളെ കണ്ണുപിടിയിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിലും വലുത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഈ ബിൽഗേറ്റ്സും ടീമുകളും. അപ്പോൾ സകല കള്ളത്തിലും വലുതായി. അപ്പോൾ പറഞ്ഞു തന്നെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെകുത്താനെ ഇത്രയും കാലം ചെകുത്താനെ ആരാധിക്കുന്നവർ എന്താ സംഭവിച്ചത്? ചെകുത്താവരെ കൈവിട്ട മാതിരിയാണ്. മനസ്സിലെ ചെകുത്താന് വേണ്ടി നിരന്തരം സാത്താനിക ബലിയൊക്കെ അർപ്പിക്കുന്നവരാണ്. അവർക്കത്തെ കുറച്ച് സാമ്പത്തിക നേട്ടം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം എസ്ര എന്ന സിനിമയിലേറ്റാൻ തോന്നുന്നു.
ഒരു ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ അങ്ങോട്ട് കൊണ്ടുപോകുക, സാത്താൻ ആരാധനയിലേക്ക് കൊണ്ടുപോകുക, കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് പറയുകയാണ് ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും. അപ്പം മറ്റേ സ്ത്രീക്ക് കുഞ്ഞില്ല, കുഞ്ഞിക്കാലിന് വേണ്ടി പിന്നെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴോ ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പം ഗർഭിണിയായി. അപ്പോൾ അതാണ് ചെറുത്താൻ അള്ളാഹു ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കേന്ദ്രത്തിലേക്ക് പോവാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സിൻ്റെ ഒരു പിടിച്ചുവലി എപ്പോഴും ആ വ്യക്തിക്കുണ്ട്, തുടക്കത്തിൽ ഉണ്ടാവും. അങ്ങനെ കേന്ദ്രത്തിൽ പോവാതിരിക്കാനും തോന്നിപ്പിച്ചുകൊണ്ട്, പക്ഷെ എന്നിട്ട് നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണ് പിന്നെ ചെറുത്താൻ നമുക്ക് ചില സഹായങ്ങൾ തരിക. പണ്ടൊരു സ്ത്രീയുടെ ഒരു സംഭവം നമുക്കറിയാമല്ലോ. ഒരു സ്ത്രീ ഇങ്ങനെ സാത്താൻ ആരാധന കേന്ദ്രത്തിലേക്ക് പോയി ജിന്നുകളെ ഉപസിക്കുന്ന ഒരു തങ്ങളടുത്തേക്ക് പോയി. അപ്പം ആ സ്ത്രീക്ക് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നുണ്ട്. ഒരു ദുഷ്ടലാക്കിന് വേണ്ടിയിട്ടായിട്ടാണ് പോയതെന്ന് തോന്നുന്നു, അയൽവാസികളെ ദ്രോഹം ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അയാൾ ഇതിൻ്റെ ഈ പിന്നെ കൂടോത്രം ചെയ്യുന്ന ആള് അല്പം നല്ല വ്യക്തിയാണ്. അല്പം ചെയ്യുന്ന ജോലി തിന്മയാണെങ്കിൽ ചെയ്യാൻ നന്മയുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇതിൽ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആപത്താണെങ്കിൽ തിരിച്ചു പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ പോയില്ല. പറഞ്ഞ് വേണ്ട, എനിക്ക് ചെയ്യണം, അയൽവാസികളോട് എനിക്ക് അസൂയാണ്, അവർ നശിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുറത്തൊരു അടുപ്പുണ്ട്, അടുപ്പിൽ പോയി മൂത്രം ഒഴിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ സ്ത്രീകൾ അടുപ്പിൽ മൂത്രം ഒഴിക്കില്ല, കാരണം അവർക്ക് അടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബഹുമാനിക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഒരു ഫുൾ ടൈം ജീവിതം അടുപ്പിൻ്റെ മുമ്പിലാണ് ഭക്ഷണം പാകം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള വസ്തുവിൻ്റെ അടുത്ത് പോയി മൂത്രം ഒഴിക്കില്ലല്ലോ. അങ്ങനെ സ്ത്രീ മനസ്സോട് മൂത്രം ഒഴിച്ചു. അപ്പം ചോദിച്ചു, ഈ തങ്ങൾ ചോദിച്ചു, ജിന്നുകളെ ഉപവാസിക്കുന്ന തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും അത്ഭുതം അവിടെ കണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും ആ സ്ത്രീ പോയി മൂത്രം വെച്ചു. മൂന്നാമത് തവണ മൂത്രം വെച്ച് വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു യോദ്ധാവ് ഒരു കുതിരപ്പുറത്ത് ആകാശത്തിലേക്ക് കയറി പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈമാനാണ് പോയത്, വിശ്വാസം. അപ്പോൾ ദൈവവിശ്വാസം പരിപൂർണമായിട്ടും ചോർന്ന് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ വീര്യം ആണ് പോയത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ ചണ്ടിയായിട്ട് മാറി ആ സ്ത്രീ. എന്നിട്ട് അതൊക്കെ ചെയ്തു, ഈ കൂടോത്ര മന്ത്രങ്ങളൊക്കെ ചെയ്തു. അയൽവാസിക്ക് ചില ദ്രോഹമൊക്കെ ഉണ്ടായി. പിന്നീട് ആ സ്ത്രീക്ക് കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചടികളും സംഭവിച്ചു. പിന്നെ വീണ്ടും ആ സ്ത്രീ അള്ളാഹുലേക്ക് തിരിച്ച് മടങ്ങുകയൊക്കെ ചെയ്തു. അള്ളാഹു ആ സ്ത്രീയുടെ ഖേദം എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചാണ്, ആരിഫുകളുടെ തത്വശാസ്ത്ര പുസ്തകത്തിൽ വായിച്ചാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുത്താൻ്റെ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളിലെ ഈമാനൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഒരു തിരിച്ചുപോക്ക് നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലെ ചെറുത്താൻ നമ്മൾ സത്യമൊക്കെ അളന്നിട്ടും വീണ്ടും നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അള്ളാഹു അത് ചിലപ്പം പശ്ചാത്താപം സ്വീകരിക്കില്ല. കാരണം നമുക്ക് അറിഞ്ഞുകൊണ്ട് പോയതാണല്ലോ, തിന്മയാണെന്ന് അറിഞ്ഞിട്ട് പോയത്. അത് നമ്മൾ അറിയാതപ്പം വല്ല തെറ്റ് ചെയ്തു പോയി കള്ളുകൂടിയോ മറ്റൊന്നും ചെയ്തു പോയിട്ടുള്ള പുറത്ത് വരും. അല്ലാതെ അങ്ങനെ വലിയ തിന്മകളൊക്കെ ചെയ്ത് പോയിട്ടുള്ള ഒരിക്കലും പുറക്കില്ല. പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള നിങ്ങൾ സാത്താനെ ആരാധിക്കുന്നവരൊക്കെ അവരെ വിട്ടൊഴിഞ്ഞ് പോകും. എപ്സ്റ്റീൻ ഫയലിൽ ഒരു കാലങ്ങളായി ചെറുത്താന് സേവ ചെയ്തവരൊക്കെ ഇപ്പം നാണക്കേടായില്ലേ, മോദി വരെ നാണക്കേടായില്ലേ. അതുകൊണ്ടാണല്ലോ അപ്പം അമേരിക്ക പറഞ്ഞ പോലെ തന്നെ എല്ലാതും തീരുവകൾ വെട്ടിക്കുറച്ച് കൊടുത്തത്. കാരണം അതിൽ ഫയലുകളൊക്കെ പുറത്ത് വിടുന്ന മോദിക്ക് പേടിയായി. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും കൈവിട്ടു. ഇത്രയും കാലം ചെറുത്താൻ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ചെറുത്താൻ വരെ മോദിയെ കൈവിട്ടു. അതുപോലെ വേറൊരു ഭരണാധികാരി തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അതുപോലത്തെ അമേരിക്കയിലൊക്കെ ഭയങ്കര പ്രക്ഷോഭം നടക്കുന്നുണ്ട് ട്രംപിനെതിരായിട്ടാണ്. ട്രംപിൻ്റെ പേരും എപ്സ്റ്റീൻ ഫയൽ ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിനെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. മറ്റു പല രാജ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചെറുത്താൻ്റെ ആളുകളൊക്കെ, ചെറുത്താനെ ഉപസിച്ച ആൾക്കാരൊക്കെ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ചെറുത്താൻ തന്നെ അവൻ്റെ വാലിനെ തീ പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഹദീമ വന്നതോടുകൂടി അവൻ്റെ വാലിനെ തീ പിടിച്ച അവസ്ഥയാണ്. അപ്പം പിന്നെ
അവൻ്റെ കാര്യം നോക്കാൻ വയ്യ. എന്നിട്ട് അവൻ ജനങ്ങളുടെ കാര്യം നോക്കുക. അപ്പോൾ അവൻ ജനങ്ങളെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. പിന്നെ സാമ്രാജ്യം എന്ന സിനിമയിലുണ്ടായിരുന്നു. അതിലൊരു വില്ലൻ മമ്മൂട്ടിയോട് ദ്രോഹം ചെയ്തപ്പം മമ്മൂട്ടി എന്ത് ചെയ്യും? ആ വില്ലൻ്റെ മക്കളെ കൊല്ലും. മക്കളും മമ്മൂട്ടിയോട് ദ്രോഹം ചെയ്തിട്ട് അങ്ങനെ ഒരുത്തൻ മരിച്ച്. വേറൊരുത്തൻ എന്ത് ചെയ്തു? വേറൊരുത്തനോട് പിതാവ് പറയും, മോനെ ഈ ഇവിടെ നിൽക്കണ്ട, നമ്മൾ ഫാം ഹൗസിലേക്ക് മാറിക്കുകയെന്ന് പറയും. ഫാം ഹൗസിലേക്ക് വേണം എന്ത് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയും കൊണ്ടിട്ട് ഉല്ലസിക്കാനായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പം മമ്മൂട്ടി വന്നിട്ട് ഇവനെ പിടിക്കാൻ വരും. അപ്പം കുറച്ച് നേരം എന്ത് ചെയ്യും? ഈ കാമുകിനെയും കൊണ്ട് ഓടും. പിന്നെ വിളം കൊണ്ടുപോയി എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യും? ആ കാമുകിനെ ഉപേക്ഷിച്ച് സ്വന്തം ജീവനും കൊണ്ട് ഓടും. അവിടെ മമ്മൂട്ടി അവനെ കൊല്ലുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ചെറുത്താൻ്റെ വാലിൽ തീ പിടിച്ചാൽ പിന്നെ അവൻ്റെ വിശ്വാസികളെയൊന്നും അവൻ്റെ കൂട്ടാളികളെയൊന്നും അവൻ രക്ഷിക്കില്ല. ശരിക്കും അവന് ഒരു വഞ്ചനകളെ അകപ്പെടുത്താൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒരു വസ്തു തന്നെയാണ് ഈ ഇബ്ലീസ്. ദൈവത്തിൽ വിശ്വസിക്കാതെ മടിയന്മാരായി നടക്കുന്നവരെ നടത്തിക്കൊണ്ടുപോയി വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കുക, ഗർത്തത്തിൽ കൊണ്ട് ചാടിക്കുക. അതാണ് ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ ധർമ്മം. അതിലാണ് അവൻ്റെ ടാർഗറ്റ്. ഓരോ വ്യക്തികൾക്കും അല്ലാഹു ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. മരങ്ങൾക്കുള്ള ടാർഗറ്റ് എന്ന് വെച്ചാൽ മണ്ണിൽ നിന്നുള്ള പോഷകങ്ങൾ വലിച്ചെടുത്ത് അത് ഫലങ്ങളായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അത് മനുഷ്യർ ഭക്ഷിക്കുക. മനുഷ്യരാണുള്ള ഭൂമിയിലെ അധികാരികൾ. അപ്പം ആ മനുഷ്യർക്ക് വേണ്ടത് ഉണ്ടാക്കിയെടുക്കുകയാണ് മരങ്ങളുടെ ധർമ്മം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ ടാർഗറ്റ് ഇങ്ങനെയാണ്: അള്ളാഹുവിൽ വിശ്വസിക്കാതെ നടക്കുന്നവർ, മടിയന്മാരായി നടക്കുന്നവരെ വഴി തെറ്റിച്ച് അവരെ എളുപ്പത്തിൽ കൊണ്ടുപോയിട്ട് നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കാം. ഇപ്പോൾ ധാരാളം ഉറുമ്പുകൾ നമ്മളെ വീട്ടിൽ വന്ന് ഇങ്ങനെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉറുമ്പും പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഫുള്ള് പല പ്രശ്നങ്ങളും രോഗങ്ങൾ വരും. പിന്നെ പല അസുഖങ്ങളൊക്കെ വരും. ഉറുമ്പും പൊടി ഇട്ട് കഴിഞ്ഞാൽ, ചാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹാനികരമാണ്. പക്ഷേ അപ്പോൾ അതിന് പകരം ഉറുമ്പിന് മറ്റൊരു വഴി, വീടിനുള്ളിൽ കൂടെ അല്ലാതെ പുറത്തു കൂടെ പോകുന്ന വഴി ഇങ്ങോട്ട് കാട്ടിക്കൊടുത്താൽ എളുപ്പം അത് പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളത്തിലേക്കോ തീയിലേക്കോ ഒക്കെ ആക്കുകയാണെങ്കിൽ ഉറുമ്പിനെ നശിപ്പിക്കല്ലോ. ഉറുമ്പിനെ ഇപ്പോൾ ജീവജാലങ്ങളെ കഴിച്ച് കളയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും അങ്ങനെയുള്ള ദ്രോഹങ്ങളായ ജീവികളെ നമുക്ക് ഉപദ്രവിക്കാം. കരിക്കല്ലാണ്ട് മറ്റെന്തെങ്കിലും വെള്ളത്തിൽ കൊണ്ട് ചാടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇപ്പോൾ എലിയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, പിന്നെ ഇത് എന്താ പറയുക, ഓടക്കുയിൽ വായിച്ചിട്ട് എലിയെ വലിയ ഗർത്തത്തിലേക്ക് കൊണ്ടുപോയി ചാടിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു എലി ബാഗ് പൈപ്പർ എന്നൊക്കെയാണ് പേര്. അപ്പോൾ ഇങ്ങനെ ഈ ചെകുത്താൻ ഇങ്ങനെ ഒരു നാദം മുഴക്കിയിട്ടില്ലേ, ഒരു മണിനാദം മുഴക്കിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അവൻ്റെ കൂട്ടാളികളെ ഇങ്ങനെ കൊണ്ടുപോയി അവസാനം നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അല്ലാത്ത പക്ഷേ എലികൾ എല്ലായിടത്തും വീട്ടിലൊക്കെ കയറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ള എലികളൊക്കെ എന്താക്കി ഇങ്ങനെ കൊണ്ടുപോയി ഒരു നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അതാണ് ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ ധർമ്മം. അതൊരു നിയോഗമാണ്, അത് സമൂഹത്തിൽ വേണ്ടത് തന്നെയാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ പറയാറുണ്ട്, ചെകുത്താനെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്തവനാണ് ദൈവം. ചെകുത്താൻ അവൻ്റെ വിശ്വാസികളെ വഞ്ചനയിൽ അകപ്പെടുത്തി നരകത്തിൽ കൊണ്ടുപോകും. അത് തടയാൻ പോലും കഴിയാത്തവനാണ് ദൈവം എന്നൊക്കെ ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആൾക്കാർ വിശ്വാസികൾക്കിടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കരുത്. അവർ ചെകുത്താൻ്റെ വലയിൽ പോയിട്ട് അവർ അങ്ങോട്ട് പോയിക്കോട്ടെ. മനസ്സിലല്ലേ? ഇപ്പോൾ ഒരു ഹാളിൽ നല്ല പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക, കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുകയാണ്, ഒച്ചപ്പാടും, കേൾക്കുന്നവർക്ക് ഒന്നും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ വിളിച്ചിട്ട് എന്താക്കുക, അപ്പുറത്തൊരു പാർക്കിലേക്ക് കൊണ്ടുപോകണം. മനസ്സിലെ പുറത്ത് കൊണ്ടുവച്ചാൽ പിന്നെയും തിരിച്ച് ഇങ്ങോട്ടൊക്കെ തന്നെ വരും. അപ്പം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അല്ല കുട്ടികൾക്ക് കളിക്കുന്ന പാർക്കും അവിടെ പോയാൽ പിന്നെ കുട്ടികൾ തിരിച്ചിങ്ങോട്ട് വരില്ല. 2 മണിക്കൂർ പ്രസംഗം കൊണ്ടുവന്ന് കൂട്ടുക, 2 മണിക്കൂർ കുട്ടികൾക്ക് കളിക്കാൻ ഒരു മടിയുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞാലും കുട്ടികൾ അവിടെ തന്നെ നിൽക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, അയാൾക്ക് ശരിക്കും പ്രസംഗിക്കുക, കേൾക്കുന്നവർക്ക് ശരിക്കും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഭൂമിയിൽ
പിന്നെ ആരാധനാലയങ്ങളിലൊക്കെ ഇങ്ങനെ വിശ്വാസമില്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, പാട്ട് വെക്കുക, ഇതൊക്കെ ചെയ്ത് വലിയ പ്രയാസമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇന്ന് വിശ്വാസത്തിലേക്കോട്ട് കൊണ്ടുപോയാൽ അവരതിലേക്ക് പോയിക്കോളും. പ്രസിഡൻസി മീറ്റിങ്ങിലൊക്കെ ആയിട്ട് അവരങ്ങനെ കഴിഞ്ഞോളും. അല്ലാത്ത പക്ഷെ ഇവരെന്ത് ചെയ്യും, ഈ പള്ളികളിലും അമ്പലങ്ങളും ചർച്ചകളിലൊക്കെ വന്നിട്ട് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചെടുത്താണ് ചെകുത്താനും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചെകുത്താനൊക്കെ അവരെ കൈ ഒഴിയും. അങ്ങനെ ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ വഞ്ചനയിൽ പെടാതെ യഥാർത്ഥ വിശ്വാസവുമായിട്ട് മുന്നേറി യഥാർത്ഥ അള്ളാഹുവിനെ കണ്ടെത്തുകയും അള്ളാഹു ആകുന്ന പാശം അല്ലെങ്കിൽ ഏകദൈവമാകുന്ന പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന ഭാഗ്യമാരി അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.